ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫഹീം. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ ഒരു കഥ പറയാനാണ് നിൽക്കുന്നത്. ആ കഥയുടെ പേരാണ് ഉമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ടൊരിടത്ത് ഒരു ഉമ്മയാടുണ്ടായിരുന്നു. ആ ഉമ്മയാടിന് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഉമ്മയാട് തീറ്റ തേടാൻ പോവുകയായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഉമ്മയാട് വിളിക്കുന്നത് എമ്മക്ക് എങ്ങനെ മനസ്സിലാവാനാ? അപ്പോൾ ഉമ്മയാട് പറഞ്ഞു, ഞാൻ വന്നിട്ടൊരു പാട്ട് പാടാം. ആ പാട്ട് കേട്ടിട്ട് മാത്രങ്ങൾ വാതിൽ തുറന്നാൽ മതി. ആ പാട്ട് പാടി. പുന്നാര മക്കളെ, തലനീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരുമ്മ തൻ പൂക്കളെ, സാക്ഷാലെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷാജനകിയെ കടത്തുവിൻ. ഉമ്മയാട് തീറ്റ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിലടച്ചു സാക്ഷിയിട്ടു. ഉമ്മയാട് പറയുന്നതല്ല, വലിയൊരു നാവൽ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഒരു കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറുക്കന് വന്ന് പാട്ട് പാടി. പുന്നാര മക്കളെ, തലനീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരുമ്മ തൻ പൂക്കളെ, സാക്ഷാലെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷാജനകിയെ ഉള്ളിൽ കടത്തുവിൻ. കുഞ്ഞുങ്ങൾ സാക്ഷിക്ക് വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതു കുഞ്ഞുങ്ങൾ ചിതറിയോടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു വിഴുങ്ങി ദൂരെ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമ്മയാട് കുറെ പലഹാരങ്ങളുമായി വന്നു. ഉമ്മയാട് പാട്ട് പാടി. പുന്നാര മക്കളെ, തലനീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരുമ്മ തൻ പൂക്കളെ, സാക്ഷാലെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷാജനകിയെ ഉള്ളിൽ കടത്തുവിൻ. വാതിൽ തുറന്നില്ല. ഉമ്മയാട് വാതിൽ മുട്ടി. തുറന്നു. കുഞ്ഞുങ്ങളെ കണ്ടില്ല. കുറുക്കൻ്റെ കാൽപാദങ്ങളോടെ കണ്ടു. കാരണം നാൽമരത്തിൻ്റെ ചോട്ടിൽ നിറയെ ചളിയായിരുന്നു. അതിൽ ചവിട്ടിയാണ് കുറുക്കൻ വീട്ടിലേക്ക് കയറിയത്. കുറുക്കൻ്റെ കാൽപാദങ്ങൾ അവിടെ പതിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയാടിന് മനസ്സിലായി തൻ്റെ കുഞ്ഞുങ്ങളെ കുറുക്കനാണ് പിടിച്ചതെന്ന്. ഉമ്മയാട് കുറുക്കൻ്റെ കാൽപാദങ്ങൾ നോക്കി കുറുക്കൻ ഇരിക്കുന്ന സ്ഥലത്തെത്തി. കുറുക്കൻ ഉമ്മയാടിനെ കണ്ടതും ഓടാൻ തുടങ്ങി. ഉമ്മയാട് ഓടി കുറുക്കൻ്റെ വയറ് കുത്തി. കുറുക്കൻ്റെ വയറ് പൊളിഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം പുറത്ത് ചാടി. ഉമ്മയാട് കുഞ്ഞുങ്ങൾ വേഗം ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഏതബദ്ധത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് വളരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു.